ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു അടിപൊളി പൂളക്കിഴങ്ങ് വെച്ചിട്ടുള്ള റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ്. നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും. നല്ല ചൂട് കഞ്ഞിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു 1/4 കിലോ അളവിൽ പൂളക്കിഴങ്ങ് എടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പ എന്നൊക്കെ പറയില്ലേ, അതാട്ടോ. അത് നമുക്കിന്നൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം, അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ, ഒരു 4-5 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ പൂളക്കിഴങ്ങൊക്കെ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടണം. ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങയുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഒരുപാട് ലൂസാക്കി പോകരുത് കേട്ടോ. ഈ ഒരു തിക്കിൽ വേണം നമ്മുടെ കിഴങ്ങിരിക്കാനായിട്ട്. ഏകദേശം നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് 2 കൈപ്പിടി അളവിൽ മുരിങ്ങ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു കറിക്ക് നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ വെച്ച് 1/2 ടീസ്പൂൺ കടുക്, ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് നമ്മുടെ ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്. നിങ്ങൾ കപ്പ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആട്ടോ. അത് ചൂടോടുകൂടി തന്നെ കഴിക്കണം, അപ്പോഴാണ് നല്ലൊരു രുചി ഉണ്ടാവുക. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.